നമസ്കാരം. നല്ലൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. ചിലർക്ക് അവധിയുടെ ആലസ്യമാണ്. പലയിടത്തും നല്ല മഴയാണ്. മഴ ഇനിയും ശക്തമാകും, ജാഗ്രത. അതിനൊപ്പം ഈ മഴ സമയത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഒട്ടും കുറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. പതിവ് പോലെ ശബരിമലയും സ്വർണ്ണക്കൊള്ളയും ഒക്കെ ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമലയിൽ ദേവസ്വം മന്ത്രി വിളിച്ച അവലോകന യോഗം ഇന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതും തിരക്ക് നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ SIT. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. ആകെ 1,64,427 പത്രികകൾ പിൻവലിക്കുവാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച. പലയിടത്തും മുന്നണികൾക്ക് തലവേദനയായി വിമതർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തിങ്കളാഴ്ച വരെ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനി നല്ലൊരു മേയർ ആയിരിക്കുമെന്നും യാഥാസ്ഥിതികരെ മംദാനി അത്ഭുതപ്പെടുത്തുന്നുവെന്നും ട്രംപ്. ന്യൂയോർക്കുകാരെ സേവിക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ മംദാനി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റ് ഇന്നു മുതൽ ഗുവാഹത്തിയിൽ. ഇന്ത്യയെ നയിക്കുന്നത് ഋഷഭ് പന്ത്. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യ. പ്രത്യേക അനുമതി പ്രകാരമാണ് യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അതേസമയം നിയന്ത്രണം തുടരുന്നതിനാൽ സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് കുറവാണ്. രജിത് കുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രജിത്ത്, നമുക്കറിയാം ഈ മണ്ഡലകാലം തുടങ്ങിയ സമയത്ത് തന്നെ വൻ വിമർശനങ്ങൾ നേരിട്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം ഇത്രയും ഭക്തരെ നേരത്തെ ഒരു മുൻകരുതലില്ലാതെ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ ഭക്തരെ കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ അവർക്ക് പ്രവേശനം നൽകിയതിൽ ഏറെ വിമർശനമുണ്ടായിരുന്നു. ഒരു വ്യക്തമായ ഒരു ധാരണയില്ലാതെയാണ് ഈ ശബരിമലയുടെ ക്രമീകരണങ്ങൾ ഒരുക്കിയതെന്ന് ഹൈക്കോടതി പോലും വിമർശനം ഉന്നയിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അനുമതിയോടുകൂടി മന്ത്രി പങ്കെടുക്കുന്ന, വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന, ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്ന ഈ യോഗം അവിടെ നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമാകും? അധികം പ്രഖ്യാപനങ്ങളും ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയാക്കും, അല്ലെങ്കിൽ പൂർത്തിയാക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും? ശബരിമലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അവ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരമൊരു അനുമതി നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി പ്രത്യേക അനുമതിയാണ് നൽകിയതിൻ്റെ ഭാഗമായാണ് മന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടുത്തെ ഒരുക്കങ്ങൾ, ശബരിമലയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരുക്കങ്ങളാണ് മന്ത്രി വിലയിരുത്തുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആദ്യ 2 ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ തിരക്ക് കൂടിയ ഒരു സാഹചര്യമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഭക്തർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അത് കഴിഞ്ഞുവെങ്കിലും തുടർന്ന് ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മന്ത്രിതലത്തിൽ ഇത് യോഗം ചേർന്നുകൊണ്ട് എന്തൊക്കെ നടപടികളാണ് അതിന് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് വിലയിരുത്തുന്നത്. പമ്പയിലാണ് യോഗം നടക്കുക. ഇന്നലെ വൈകിട്ട് മന്ത്രി പമ്പയിലെത്തുകയും അവിടെ നിന്ന് രാത്രിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുന്നു. സന്നിധാനത്തെത്തിയ മന്ത്രി ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയും തുടർന്ന് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ക്യൂ കോംപ്ലക്സുകൾ അടക്കം എന്തൊക്കെ സൗകര്യങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം മന്ത്രി വിലയിരുത്തിയതിന് ശേഷമാണ് തിരികെ പമ്പയിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് പമ്പയിൽ 10:30 യോഗം ആരംഭിക്കുന്നത്. ആ യോഗത്തിൽ എന്തൊക്കെ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എന്തൊക്കെയാണ്, ഇവയാണ് ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 5000 സ്പോട്ട് ബുക്കിംഗ് കുറച്ചിട്ടുണ്ട്. ആ 5000 സ്പോട്ട് ബുക്കിംഗ് കുറച്ചത് സംബന്ധിച്ച് ഹൈക്കോടതി വകുപ്പിനും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. എന്തുതന്നെയായാലും ഹൈക്കോടതി ഇടപെട്ട് 5000 സ്പോട്ട് ബുക്കിങ്ങും അതുപോലെ തന്നെ ആകെ 75,000 അയ്യപ്പ ഭക്തരെ മാത്രം ദർശനത്തിന് കടത്തിവിട്ടാൽ മതി എന്നൊരു തീരുമാനം എത്തിയതോടുകൂടി തന്നെ
ശബരിമലയിൽ വലിയൊരു തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. അത്തരത്തിൽ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ ഒരുപക്ഷെ ഇന്നത്തെ യോഗം സ്വീകരിച്ചേക്കും. കാരണം ഈ സ്പോട്ട് ബുക്കിംഗ് അടുത്ത മാസം 5-ാം തീയതി വരെ സ്പോട്ട് ബുക്കിംഗ് അടക്കം പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ വരുത്താൻ കഴിയും എന്നത് സംബന്ധിച്ച് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മന്ത്രിതല ചർച്ച തന്നെ നടത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മന്ത്രിതല ചർച്ചയിൽ ഇക്കാര്യം തീരുമാനിക്കാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇന്ന് ചേരുന്നത്. ആ യോഗം ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തും. ഇവിടെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം നിലയ്ക്കലും പമ്പയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. രാജേഷ്, രജിത്താണ് ശബരിമലയിൽ നിന്നും തത്സമയം നമ്മോടൊപ്പം വിഷയങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കൂടുതൽ പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തിങ്കളാഴ്ച എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവിക, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം അല്ലെങ്കിൽ കസ്റ്റഡിയിലായതിനു ശേഷം കേൾക്കുന്ന വാർത്തയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന്. ഒരുപക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അല്ലെങ്കിൽ ഭരണതലത്തിൽ നിന്ന് മാറി ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഇനി മന്ത്രിതലത്തിലേക്ക് വരെ ഈ അന്വേഷണം പുരോഗമിക്കുന്നു. ശക്തമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇനി അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നിയമപരമായി? രാജേഷ്, തീർച്ചയായിട്ടും ഇത്തരത്തിൽ SITയുടെ അന്വേഷണം വരും ദിവസങ്ങളിൽ കൂടുതൽ ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയത് എന്ന നിർണായകമായിട്ടുള്ള മൊഴി എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകിയത്. തിങ്കളാഴ്ച പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങും. ഈ ഒരു മൊഴിയിൽ തന്നെ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുടെ ആ ഒരു അന്വേഷണ പരിധി തുടങ്ങിയ സമയം മുതൽ തന്നെ വളരെ വലിയ ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ഇത്തരത്തിൽ SIT കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. അതാണ് അവസാനമായി ഇത്തരത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിൽ എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തെയും ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ N വാസു അടക്കം പത്മകുമാറിന് ജീവനക്കാരെ സ്വാധീനിക്കാനുള്ള വളരെ അധികം സ്വാധീനിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള മൊഴി N വാസു നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രി ഉൾപ്പെടെ ഉള്ളവരിലേക്ക് അറസ്റ്റിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രാജേന്ദ്രനെയും SIT ചോദ്യം ചെയ്യും. കാരണം ഈ ഒരു സ്വർണ്ണപ്പാളി കൈമാറിയ വിഷയത്തിലടക്കം കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നയാളാണ് രാജേന്ദ്രൻ. രാജേഷ്, എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വരാനുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനിടയിലാണ് ഈ വാർത്ത വരുന്നത്. മുൻമന്ത്രി ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ പലരും പറയുന്നത് ഇതൊന്നും സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. മാത്രമല്ല മന്ത്രിതലത്തിലുള്ള അന്വേഷണം ഏത് രീതിയിലേക്ക് പറയും, ഉത്തരവാദിത്വമുണ്ട്, വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായൊരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചോദ്യം ചെയ്യലോ അതിനപ്പുറത്തേക്കുള്ളൊരു നിയമ നടപടിയിലേക്കോ പോകാൻ സാധ്യതയുണ്ടോ? തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ തുടക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായപ്പോൾ പോലും മന്ത്രിയിലേക്ക് വരെ വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് ഈ ഒരു അന്വേഷണം നീങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ പല ഉന്നതരും ഇതിന് പിന്നിൽ ഉണ്ട് എന്ന അഭ്യൂഹങ്ങൾ ആദ്യം മുതലേ പരന്നുവെങ്കിലും ഇത്തരത്തിലൊരു വ്യക്തമായ ചിത്രം വരുന്നത് ഇപ്പോൾ തന്നെയാണ്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പിനായി ഈ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകിയത് മന്ത്രിക്കാണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് ഈ അപേക്ഷ കൈമാറുന്നതും കൃത്യമായി ഉചിതമായ രീതിയിൽ ഈ ഒരു അപേക്ഷ പരിഗണിക്കണമെന്നൊരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും എന്ന് പറയുന്നത്. ഈ ദേവസ്വം ബോർഡ് കമ്മീഷണർ അടക്കം ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ മന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മന്ത്രിയുടെ വ്യക്തമായ ഇടപെടലുണ്ട് എന്ന ആരോപണം ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ എ പത്മകുമാറിന്റെ നിർണായകമായിട്ടുള്ള മൊഴി പുറത്തു വരുന്നത്. രാജേഷ്, എന്തായാലും തെളിവുകൾ പുറത്തു വരട്ടെ. മന്ത്രിമാരായിരുന്നാലും ജനപ്രതിനിധികളായിരുന്നാലും അഴിമതി കേസുകൾ ഉൾപ്പെടെ ജയിലിൽ കിടന്ന ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ന്യൂയോർക്കിൻ്റെ നിയുക്ത മേയർ സൊഹ്റാൻ മംദാനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രശംസ. മംദാനി വളരെ നല്ലൊരു മേയർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന്
വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടന്ന ട്രംപ് മംദാനി കൂടിക്കാഴ്ച ഏവരെയും അമ്പരപ്പിച്ചു. സൗഹൃദപരമായിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സൊഹ്റാൻ മംദാനിയെ ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചത്. ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും മംദാനിയുടെ പ്രവർത്തനങ്ങൾ ചില യാഥാസ്ഥികരെ പോലും അത്ഭുതപ്പെടുത്തിയേക്കാമെന്നും ട്രംപ് പറഞ്ഞു. മംദാനിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് സിറ്റിയിൽ കഴിയുന്നത് തനിക്ക് വളരെ സുഖകരമായ അനുഭവമായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഒരു പൊതുവായ കാര്യമുണ്ട്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഈ നഗരം വളരെ മികച്ചതായി മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. And I felt very comfortable, frankly, in seeing that and saying that. And, you know, it just turned out to be a statistical truth. But, no, I feel very comfortable. I would feel very, very comfortable being in New York, and I think much more so after the meeting. Yes, please. ന്യൂയോർക്കുകാരെ സേവിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും നഗരത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മംദാനി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിനുള്ള ഫണ്ട് തടഞ്ഞുവെക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു മംദാനി. ജനുവരി 1-നാണ് സൊഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞ. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. രാത്രിയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. തിങ്കളാഴ്ച വരെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുന്നുണ്ട്. ദേവികയുടെ സമയമാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ടായിരുന്നാലും മഴയായിരുന്നാലും തദ്ദേശ ചൂടൊക്കെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള അല്ലെങ്കിൽ തലസ്ഥാനത്തുള്ള വാർത്തകളാണ്. ഈ ചൂടേറിയ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് പോലും കാലാവസ്ഥ പ്രതികൂലമാണ്, പലയിടത്തും അനുകൂലവുമാണ്. എന്താണ് നമുക്ക് തലസ്ഥാനത്ത് നിന്നും പറയാൻ കഴിയുന്നത്? സംസ്ഥാന വ്യാപകമായി ഏത് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്? ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജേഷ്, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് നിലവിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി മുഴുവൻ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും മഴ തുടരുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 24-ാം തീയതി, അതായത് തിങ്കളാഴ്ച വരെ അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്നവർ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്. ദേവികയാണ് എന്തായാലും വിശദമായ റിപ്പോർട്ടിംഗ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നല്ല മഴയായിരുന്നു. ഇന്നലെ പകൽ മാത്രം അല്പനേരം ആശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വിശദാംശങ്ങളാണ് ദേവിക നൽകിയത്. ഇനി തദ്ദേശ ചൂടിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പലയിടത്തും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വിമതർ ഭീഷണിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന്റെ 4 സ്ഥാനാർത്ഥികൾക്കാണ് വിമതർ തലവേദനയാകുന്നത്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴോട്ടുകോണം, കാച്ചാണി വാർഡുകളിലാണ് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞ് CPM-ന്റെ പ്രാദേശിക നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ, മത്സരരംഗത്ത് വിമതർ ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല. ഈ രീതിയിലാണ് വിമതശല്യത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ പ്രതികരണമെങ്കിലും പലയിടത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയാണ് ഇക്കൂട്ടർ. വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന് 4 വാർഡുകളിലാണ് വിമതരുള്ളത്. ചെമ്പഴന്തി വാർഡിൽ CPM-ന്റെ LC അംഗമായിരുന്ന ആനി അശോകൻ സ്വതന്ത്രയായി മത്സരിക്കുന്നു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ BJP RSS ഡീൽ ആരോപിച്ച് രംഗത്ത് വന്നാണ് ആനി അശോകൻ വിമതയായി മത്സരിക്കുന്നത്. LDF-ന്റെ സിറ്റിംഗ് വാർഡായ ഉള്ളൂരിലാണ് മറ്റൊരു വിമത ഭീഷണി പാർട്ടി നേരിടുന്നത്. ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫായ K. ശ്രീകണ്ഠൻ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. K. ശ്രീകണ്ഠനും കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് രംഗത്ത് വന്നത്. മറ്റൊരു ഭീഷണി CPM നേരിടുന്നത് കാച്ചാണി വാർഡിലാണ്. ഇതുവരെ LDF മാത്രം വിജയിച്ചിട്ടുള്ള CPM-ന്റെ ശക്തികേന്ദ്രമായ കാച്ചാണിയിൽ മുൻ പഞ്ചായത്ത് അംഗം നെട്ടയം സതീഷ് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. എന്നാൽ CPM-ന് കടുത്ത ഭീഷണി നേരിടുന്ന വാർഡാണ് വാഴോട്ടുകോണം. ഇവിടെ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV മോഹനാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മറ്റു 3 വിമത സ്ഥാനാർത്ഥികളെയും പാർട്ടി പുറത്താക്കിയെങ്കിലും വാഴോട്ടുകോണത്ത് മത്സരിക്കുന്ന KV മോഹനെതിരെ ഇതുവരെയും CPM നടപടിയെടുത്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്താകെ 1,64,427 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ദേവിക തന്നെ വീണ്ടും ചേരുന്നുണ്ട്. ദേവിക, ഇവിടെ വിമതരാണ് ഏറ്റവും കൂടുതൽ തലവേദന മുന്നണികൾക്ക്. ഈ വിമതരെ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വിമത ശല്യം ഉണ്ടാകുന്നത് ഇത്തവണയാണ്. സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള പരാതി, വിചാരിച്ച സീറ്റ് കിട്ടില്ല അല്ലെങ്കിൽ അവരുടെ വാർഡ് ആവശ്യപ്പെട്ട സ്ഥലം മത്സരിക്കാൻ കിട്ടിയില്ല എന്ന പരാതി, അങ്ങനെ നിരവധി പരാതികൾ നിൽക്കുമ്പോൾ പോലും പ്രമുഖരായ പാർട്ടി നേതാക്കൾ പോലും മറുകണ്ഠം ചാടുകയും സ്വതന്ത്രരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് സംസ്ഥാനത്തിൻ്റെ ഒരു ചിത്രം? രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മുന്നണികൾക്ക് എതിരെ മത്സരിക്കുന്ന മുന്നണികൾക്ക് ഉള്ളിലെ അടിയും അതിന് പുറത്തുള്ള ഈ വിമത ശല്യവും ഒക്കെ എല്ലാ മുന്നണികൾക്കും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തലവേദനയാകുമെന്ന് തീർച്ചയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചത്. സമയപരിധി അവസാനിക്കുമ്പോൾ ഏകദേശം 1.5 ലക്ഷത്തിലേറെ സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 1,64,427 സ്ഥാനാർത്ഥികളുണ്ട്. എന്തായാലും ഇന്ന് സൂക്ഷ്മ പരിശോധനയാണ്. രാവിലെ 10 മണി മുതലാണ് ഈ സൂക്ഷ്മ പരിശോധന ആരംഭിക്കുക. അതത് ഭരണാധികാരികളുടെ ഓഫീസിലായിരിക്കും ഈ സൂക്ഷ്മ പരിശോധന നടക്കുക. ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം ഈ സൂക്ഷ്മ പരിശോധന കഴിയുമ്പോഴായിരിക്കും തെളിഞ്ഞു വരിക. എന്തായാലും ഇന്ന് നടക്കുന്ന ഈ സൂക്ഷ്മ പരിശോധനയിൽ ഈ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം തെരഞ്ഞെടുപ്പ് ഏജന്റ്, നിർദ്ദേശകൻ, പിന്നെ ഈ സ്ഥാനാർത്ഥി എഴുതി നൽകിയ ഒരാൾ എന്നിവർക്കും വരണാധികാരിയുടെ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഇടത്തേക്ക് കടക്കാൻ സാധിക്കും. അവിടെ പോകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഈ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കാനുള്ള ഒരു അവസരമുണ്ടാകും. അതിനുശേഷമായിരിക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഈ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുക. അതിനുശേഷമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചൂടിലേക്ക് കേരളം മാറുക. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സമയപരിധി അവസാനിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം, പുരുഷന്മാരെക്കാൾ ഏറെ കൂടുതൽ ഇത്തവണ സ്ഥാനാർത്ഥിത്വം സ്ത്രീകളാണ് കൂടുതൽ മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മലപ്പുറത്താണ്, ഏറ്റവും കുറവ് വയനാടാണ്. രാജേഷ്. എന്തായാലും ദേവിക സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെയേറെ പ്രത്യേകതകളുണ്ട്. സ്ഥാനാർത്ഥികളാണ് അതിൽ ഏറ്റവും മികച്ചു നിൽക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി പരിവേഷമാണ് അവർക്കുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞവർ, കോളേജിൽ പഠിക്കുന്നവർ, നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ ഇത്തവണയാണ് ഏറ്റവും കൂടുതലും വനിതകൾ മത്സരിക്കുന്നതെന്നൊക്കെ. തൃക്കാക്കര നഗരസഭയിലെ സ്ഥാനാർത്ഥികളിൽ ഒരു BLO ഉണ്ട്. 48ാം ഡിവിഷനിൽ BM നഗറിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റസീന ജലീലാണ് BLO കുപ്പായം അഴിച്ചുവെച്ച് ജനവിധി തേടുന്നത്. ആശാ വർക്കർ കൂടിയായ റസീനയിലൂടെ LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തൃക്കാക്കര നഗരസഭയുടെ 48ാം ഡിവിഷൻ BM നഗറിൽ നിന്നുള്ള UDFന്റെ സ്ഥാനാർത്ഥി റസീന ജലീലാണ് നമ്മോടൊപ്പം ഉള്ളത്. ആശാപ്രവർത്തകയായിരുന്നു, അതോടൊപ്പം തന്നെ BLOയും കൂടെയായിരുന്നു. അപ്പോൾ BLO ആയിരിക്കെ SIRന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടെയാണ് റസീല ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. റസീലയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. വളരെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷയിലായിരുന്നു നമുക്ക് കിട്ടുമെന്നുള്ളത്. BLO ആയതുകൊണ്ട് SIRന്റെ പുറകെ ആയിരുന്നു ഇതുവരെ. ഇന്നാണ് ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങിയേക്കുന്നത്. ഈ BLOമാരെല്ലാം ഇപ്പോൾ നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് SIR എന്യൂമറേഷനുമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു വിടുതൽ കിട്ടിയത്? വിടുതൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് രാത്രി ഇപ്പോൾ പുതിയ ആളെ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അറിയിപ്പ് കിട്ടിയത്. ആള് ഇപ്പോൾ എൻ്റെ നിന്ന് തിരിച്ച് റിട്ടേൺ ഫോമൊന്നും തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ മണ്ഡലമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? മണ്ഡലമായിട്ടുള്ള ബന്ധം വെച്ചാൽ ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ 3 വർഷമായിട്ട് ഉണ്ട് ഇവിടെ നിലവിൽ. പിന്നെ ആശാ വർക്കറായിട്ട് 13 വർഷമായിട്ട് ഈ വാർഡിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് CPM ആണ് ഇവിടെ നിന്നുള്ള പ്രതിനിധി, CPMൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ എങ്ങനെയാണ് തിരിച്ച് പിടിക്കുക എന്നുള്ളത്? ഏകദേശം 1500ഓളം വോട്ടർമാരുള്ള ഒരു വാർഡാണ്. ഇവിടെ എത്രത്തോളമാണ് നമ്മുടെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വാർഡ് തന്നെയായിരുന്നു. 2 ടേണായിട്ടാണ് ഇപ്പോൾ LDFൻ്റെ കയ്യിലേക്ക് പോകുന്നത്. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ശക്തമായി തന്നെയാണ് നടക്കുന്നത്. കുടുംബക്കാരൊക്കെ ആയിട്ട് കുറച്ച് പേര് ഈ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല സപ്പോർട്ടിലാണ്. എല്ലാവരും നല്ല ഇത് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വിജയിച്ചതിനെ വരും എന്നുള്ള ഇത് തന്നെയാണ് നമ്മളോട് എപ്പോഴും പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രചരണ വിഷയമാക്കുന്നത്? മെയിനായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതൊരു
ഇത് ചെയ്ത ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ വേസ്റ്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ മാലിന്യം ഭയങ്കരമായിട്ട് കൂമ്പാരം കൂടി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ തോടിൽ കെട്ടി നിൽക്കുന്ന വേസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. അത് എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് നമുക്കത് നല്ല രീതിയിൽ തന്നെ ഇതാക്കി പോകണമെന്നുണ്ട്. എന്നുവെച്ചാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലമാണ് നമ്മളുടേത്. അപ്പോൾ തിങ്ങി പറക്കുന്ന ആളുകളായതുകൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക്. അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്രചരണമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് നല്ല അതിശക്തിയോടുകൂടി ഞങ്ങൾ ഈ വാർഡ് തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. തീർച്ചയായും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് റസീന ജലീൽ. ഇപ്പോൾ കഴിഞ്ഞ 2 ടൈമിലായി, അതായത് 2015 മുതൽ CPM-ൻ്റെ പ്രതിനിധിയാണ് ഇവിടെ നിന്നുള്ളത്. എന്നാൽ കോൺഗ്രസിന് ഈ വാർഡ് അനായാസം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് റസീന പങ്കുവയ്ക്കുന്നത്. തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണയ്ക്കൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചിയിൽ നിന്നും പ്രശാന്താണ് റിപ്പോർട്ട് നൽകിയത്. ഫറൂഖ് നഗരസഭയിലേക്കുള്ള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി എത്തുന്ന ദമ്പതിമാരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. 2020 നിസ്സാര വോട്ടിന് NDAക്ക് നഷ്ടമായ വാർഡുകൾ തിരിച്ചുപിടിക്കാനാണ് ദമ്പതിമാർ ഇക്കുറി കളത്തിലിറങ്ങുന്നത്. ഡിസൈനിങ് മേഖലയിലേക്ക് ഒന്നിച്ച് ചുവടുവെച്ച പവിത്രൻ ശ്രീജ ദമ്പതികൾ രാഷ്ട്രീയത്തിലേക്കും ഒന്നിച്ചു കടക്കുകയാണ്. ഫറൂഖ് നഗരസഭയിലെ NDA സ്ഥാനാർത്ഥികളായാണ് ഇരുവരും മത്സരിക്കുന്നത്. LDF ഏറെ ബുദ്ധിമുട്ടി ജയിച്ചു കയറിയ 34, 5 എന്നീ വാർഡുകളിലാണ് പവിത്രനും ഭാര്യ ശ്രീജയും ജനപിന്തുണ തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അത്താഴമേശയിലും വിളമ്പുന്നത് ചൂടുള്ള രാഷ്ട്രീയം തന്നെ. കമ്പ്യൂട്ടർ ഡിസൈനിങ് സെന്റർ തുടങ്ങിയതും ഇരുവരും ഒന്നിച്ചായിരുന്നു. അതുപോലെ തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വാർഡുകളിൽ ഒരേ സമയം മത്സരിക്കുന്നതിന്റെ സന്തോഷവും ഇരുവരും പങ്കുവെക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം രണ്ടുപേരുടെയും ഏകദേശം ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും സമാനമായ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിലാണ്. പ്രാവശ്യം രണ്ടാളും ഒന്നിച്ച് നിൽക്കണമെന്നൊരു സന്തോഷമുണ്ട്. എന്തായാലും രണ്ടാളും പിടിച്ചെടുക്കും. 2020 NDAക്ക് 6 വോട്ടിന് നഷ്ടമായ 34-ാം വാർഡ് തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പവിത്രൻ കന്നിയംഗത്തിനിറങ്ങുന്നത്. എല്ലാ വർക്കുകളും എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ഈ വാർഡ് നമ്മൾ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. എല്ലാ പ്രവർത്തകരും അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2015-ലും 2020-ലും മത്സരത്തിനിറങ്ങിയതിന്റെ അനുഭവ പാഠവുമുണ്ട് ഭാര്യ ശ്രീജയ്ക്ക്. ഇത്തവണ 5-ാം വാർഡ് പിടിച്ചടക്കാമെന്ന പ്രതീക്ഷ ശ്രീജയും പങ്കുവെക്കുന്നുണ്ട്. പ്രതീക്ഷ പിടിച്ചടക്കണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം 90 വോട്ടിനാണ് പോയത്. ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. NDAയുടെ മറ്റ് സ്ഥാനാർത്ഥികളും ദമ്പതിമാർക്ക് വോട്ടുറപ്പിക്കാൻ ഒപ്പമുണ്ട്. ഇത്തവണ അട്ടിമറി വിജയം നേടി ഫറൂഖ് നഗരസഭയിലേക്ക് ഒന്നിച്ച് നടന്നുകയറാമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും. ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. BDJSന്റെ പരാതി. തർക്കങ്ങൾക്കിടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ ഒരു വാർഡിൽ BJPയും BDJSും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു. സീറ്റ് വീതം വെപ്പിനെ തുടർന്ന് എറണാകുളം ജില്ലയിൽ NDA മുന്നണിയിൽ ഉടലെടുത്ത തർക്കം പരസ്യമാവുകയാണ്. ജില്ലയിൽ BDJSന് അനുവദിച്ചിരുന്ന സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തട്ടിയെടുത്തെന്നാണ് BDJSന്റെ പരാതി. ആദ്യം BDJSന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വാർഡുകളിൽ പിന്നീട് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും പരാതി ഉയരുന്നു. ഇതിനിടെയാണ് കുമ്പളങ്ങി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ BJPയും BDJSും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BJP സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ച ആൾക്ക് BJP സീറ്റ് നിഷേധിച്ചതോടെയാണ് BDJS സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമ്മുടെ യുവമോർച്ചയുടെ പ്രസിഡന്റായിട്ടുള്ള ജിത്തിന്റെ ഭാര്യയാണ് ഇവിടെ ശരിക്കും BJPക്ക് താമര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടത്. ഇപ്പോഴുള്ള ഈ പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിഭാഗീയതയോ മറ്റെന്തോ കൊണ്ടിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് BJPയുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ഷൈജു അവർകളാണ് ഈ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് അതിക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അവരോട് ഇവിടെ നമ്മൾ മത്സരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിനെ റെഡിയാക്കിയത്. പിന്നീടാണ് അതറിഞ്ഞത് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നറിഞ്ഞത്. യുവമോർച്ച കൊച്ചി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റിന്റെ ഭാര്യയായ ദേവിക VDയെയാണ് ആദ്യം പരിഗണിച്ചിരുന്നത്.
പിന്നീട് ഇവരെ മാറ്റി മഞ്ജു ഷൈജേഷ് എന്ന സ്ത്രീയെ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ദേവിക BDJS സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയത്. BDJSനായി നൽകിയ വാർഡായിരുന്നു 17ാം വാർഡ്. ഇവിടുത്തെ BDJS സ്ഥാനാർത്ഥിയായി ദേവികയെ പ്രഖ്യാപിച്ചതും BJP ജില്ലാ പ്രസിഡന്റാണ്. അതേസമയം പ്രാദേശിക നേതൃത്വമാണ് BJP സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നാണ് BJPയുടെ വിശദീകരണം. ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ ഇപ്പോൾ വാർഡിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. കൊച്ചി കോർപ്പറേഷനിലും മുളവുകാട് പഞ്ചായത്തിലും സീറ്റ് വിഭജനത്തിൽ തർക്കമുണ്ടായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി കരുണാപുരത്ത് ഇത്തവണ പോരാട്ടം തീവാറും. ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ UDFും LDFും തീവ്ര ശ്രമത്തിലാണ്. കൂടുതൽ വാർഡുകളിൽ കരുത്ത് തെളിയിക്കുവാനുള്ള ഒരുക്കത്തിലാണ് NDA. രാഷ്ട്രീയ പോർവിളികളുടെ 5 വർഷമാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞുപോയത്. 2 അവിശ്വാസങ്ങളും 2 മുന്നണികളിലുമായി 3 പ്രസിഡന്റുമാരും ഈ കാലയളവിലുണ്ടായി. ഇടതിന്റെ ഉരുക്കുകോട്ടയായിരുന്ന കരുണാപുരത്ത് 32 വർഷത്തിനു ശേഷം UDF അധികാരത്തിലെത്തിയത് 2010-ലാണ്. തുടർന്ന് 10 വർഷം കരുണാപുരം വലതുചേരിയിൽ നിന്നു. 2020-ലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 17 വാർഡുകളിൽ 8 വീതം നേടി UDFും LDFും ഒപ്പത്തിനൊപ്പമെത്തി. BDJSലൂടെ 1 വാർഡ് നേടി NDA നിർണായക സാന്നിധ്യവുമായി. BDJS അംഗം ആരെയും പിന്തുണയ്ക്കാതെ വന്നതോടെ നറുക്കെടുപ്പിലൂടെ ഭരണം LDFിന് ലഭിച്ചു. 6 മാസത്തിന് ശേഷം പഞ്ചായത്ത് ആദ്യ അവിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു. BDJS സ്വതന്ത്രൻ PR ബിനുവിന്റെ പിന്തുണയോടെ UDF ഭരണം പിടിച്ചെടുത്തു. 2023 ഫെബ്രുവരിയിൽ LDF അവിശ്വാസം അവതരിപ്പിച്ചെങ്കിലും ഭരണപക്ഷം വിട്ടുനിന്നതോടെ പാസായില്ല. 2024 ജനുവരിയിൽ കോൺഗ്രസ് അംഗമായ ശോഭനാമ ഗോപിനാഥിന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. ശോഭനാമ പ്രസിഡന്റുമായി. ഇവർ വിപ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ കഴിഞ്ഞ ഒക്ടോബറിൽ അയോഗ്യയാക്കി. ഇതോടെ പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ആദ്യ പ്രസിഡന്റായ വിൻസി വാവച്ചനിലെത്തി. ചുവപ്പുകോട്ടയായിരുന്ന കരുണാപുരം ഇത്തവണ ഒറ്റയ്ക്ക് ഭരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് എന്നാണേലും നമ്മൾ 8-8 അങ്ങനെയാണ് നിന്നത്. എങ്കിലും നമുക്ക് ഭൂരിപക്ഷത്തോടുകൂടി ഈ ഒരു 5 വർഷം ഒരു ഭരണസമിതി തന്നെ LDF ഭരിക്കാനുള്ള എല്ലാ നടപടികളും നമുക്ക് ഉണ്ട്. അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തിലെ പല വികസന പദ്ധതികളും LDF അട്ടിമറിച്ചെന്നാണ് UDF ആരോപണം. കഴിഞ്ഞ തവണ നഷ്ടമായ ഭൂരിപക്ഷം ഇത്തവണ ഒറ്റയ്ക്ക് സ്വന്തമാക്കാനാകുമെന്നും UDF ക്യാമ്പ് കരുതുന്നു. ഈ ഭരണസമിതി തികച്ചും പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണെന്ന് ഞങ്ങളുടെ വിലയിരുത്തൽ. എല്ലാ മേഖലകളും കോൺഗ്രസ് ഭരണസമിതി തുടങ്ങി മുൻകാലങ്ങളിൽ 2015 മുതൽ തുടങ്ങി വെച്ച 15-20 കാലഘട്ടങ്ങളിൽ UDFിൻ്റെ ഭരണസമിതി, കോൺഗ്രസിൻ്റെ ഭരണസമിതിയായിരുന്നു കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അന്ന് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പോലും ഇന്ന് വരെ അത് നടത്തുന്നതിനോ പൂർത്തീകരിക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇടതിന്റെ സിറ്റിംഗ് വാർഡ് 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്താണ് കഴിഞ്ഞ തവണ BDJS നിർണായക ഘടകമായത്. ഇത്തവണ കൂടുതൽ വാർഡുകളിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് 2.5 വർഷക്കാലം ഈ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആകുകയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മുടങ്ങിക്കിടന്ന തൂക്കുപാലം മാർക്കറ്റ് അടക്കം അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ നടത്തിയത് എൻ്റെ നേതൃത്വത്തിലാണ്. അതിർത്തി ഗ്രാമപഞ്ചായത്തായ കരുണാപുരത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങളിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയെയും കമ്പംമെട്ട് ശബരിമല ഇടത്താവളത്തെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇടത് വലത് മുന്നണികൾക്കായി വിജയക്കോടി പാറിച്ച 2 പേർ ഇത്തവണ പരസ്പരം ചേരി മാറിയാണ് മത്സരത്തിനിറങ്ങുന്നത്. കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില ഡിവിഷനിലെ സ്ഥാനാർത്ഥികളാണ് മുന്നണി മാറി മത്സരിക്കുന്നത്. AB സാബു, VP ചന്ദ്രൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില ഡിവിഷനിലെ 2 ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് UDFിൽ നിന്ന് LDFിലെത്തിയ AB സാബു, അതുപോലെ തന്നെ LDF പാളയത്തിൽ നിന്ന് UDFിലെത്തിയ VP ചന്ദ്രൻ. CPM ഏരിയ കമ്മിറ്റി അംഗവും കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായിരുന്ന VP ചന്ദ്രനും കൊച്ചി കോർപ്പറേഷനിൽ UDFിന്റെ പ്രതിപക്ഷ നേതാവും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായിരുന്ന AB സാബുവുമാണ് UDF LDF സ്ഥാനാർത്ഥികൾ. തൃപ്പൂണിത്തുറ നിയമസഭാ സീറ്റ് വിഷയത്തെ തുടർന്നാണ് AB സാബു പാർട്ടി വിട്ടത്. GCDA നിർവാഹക സമിതി അംഗമായ സാബു CPM ടിക്കറ്റിൽ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായ VP ചന്ദ്രൻ ശക്തമായ സ്ഥാനാർത്ഥി അല്ല എന്നാണ് സാബുവിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു നയപരമായ നിലപാടോ ഒന്നും അദ്ദേഹത്തിൻ്റെ മത്സരത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എനിക്കൊരു ശക്തനായ എതിരാളിയായിട്ടൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് DCC സെക്രട്ടറി, KPC മെമ്പർ എന്നീ നിലകളൊക്കെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ സങ്കല്പത്തിനൊത്ത്
പ്രവർത്തനം നടത്തുന്നതിന് പാർട്ടി പലപ്പോഴും വിഘാതമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവരുമായി അല്ലെങ്കിൽ നേതൃത്വവുമായി ഒത്തുപോകാൻ എനിക്ക് പല കാര്യങ്ങളിലും വൈഷമ്യമുണ്ടായിട്ടുണ്ട്. സാബുവിനെതിരെ അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് VP ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ജനപിന്തുണ തന്നെയാണ് കോൺഗ്രസ് സീറ്റ് വിട്ടു നൽകാൻ കാരണം. എതിരാളി ആരാണെങ്കിലും തന്റെ ജനപിന്തുണയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാണ് VP ചന്ദ്രൻ കളത്തിലിറങ്ങുന്നത്. ഞാൻ എൻ്റെ പിൻബലം, ജനങ്ങളുടെ പിന്തുണമാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ എതിരാളി ആരാണെന്നുള്ളതിൻ്റെ ഒരു ചിന്തയും ഒരു വേവലാതിയും ഒരു അലട്ടലും എന്നിലില്ല. എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്, ജനങ്ങളിൽ വിശ്വാസമുണ്ട്. മത്സരങ്ങളുണ്ടാകും, എന്നാൽ ആ മത്സരത്തിൽ ഞാൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി വിജയിക്കുമെന്നുള്ള 100% ആത്മാർത്ഥതയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. വൈറ്റിലയിലെ ഇടറോഡുകളുടെ നവീകരണം, വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക തുടങ്ങിയവയൊക്കെ തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളുടെയും പരിഗണനാ വിഷയങ്ങൾ. വൈറ്റില ഡിവിഷൻ പിടിക്കാൻ 2 സ്ഥാനാർത്ഥികളും പ്രചരണം ശക്തമാക്കുകയാണ്. പൊരിഞ്ഞ പോരാട്ടം തന്നെ ഇവിടെ കാണാം. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെ ഹോഫ് ഹെറൻബർഗിൽ എത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ഊഷ്മള വരവേൽപ്പ്. ആചാരപരമായാണ് അമ്മയെ ഭക്തർ വരവേറ്റത്. ഇറ്റലിയിലെ പിയാസെൻസയിലെ 3 ദിവസത്തെ പരിപാടികൾക്ക് ശേഷമാണ് അമ്മയും സംഘവും ഹോഫ് ഹെറൻബർഗിലെ മാതാ അമൃതാനന്ദമയി സെന്ററിലെത്തിയത്. മധ്യ ജർമ്മനിയിലെ ഹോഫ് ഹൈറൻബർഗ് നഗരത്തിലാണ് മാതാ അമൃതാനന്ദമയി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ശാന്തസുന്ദരമായ പ്രകൃതി അമ്മയെ വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. മലകളും താഴ്വരകളും നിറഞ്ഞ പ്രകൃതിയും തെളിഞ്ഞ ആകാശവും അമ്മയെ സ്വാഗതം ചെയ്തു. ഒപ്പം പരമ്പരാഗത ജർമ്മൻ ആചാരങ്ങളോടെ ആയിരക്കണക്കിന് മക്കൾ അമ്മയെ വരവേറ്റു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അന്താരാഷ്ട്ര യുവജന പ്രസ്ഥാനമായ അയുത്തിലെ അംഗങ്ങളാണ് അമ്മയെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചത്. വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ വീശി അവർ അമ്മയെ സ്വാഗതം ചെയ്തു. ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമെത്തിയ അമ്മയെ ഭക്തർ ഹൃദയത്തോട് ചേർത്തു. അടുത്ത വർഷത്തേക്ക് അയുത്ത് ആസൂത്രണം ചെയ്യുന്ന പുതിയ പദ്ധതികൾ അമ്മ ഉദ്ഘാടനം ചെയ്തു. നിസ്വാർത്ഥ സേവനത്തിൻ്റെയും മൂല്യാധിഷ്ഠിത പ്രവർത്തനത്തിൻ്റെയും ഒരു ദീപസ്തംഭമായി അവ മാറുമെന്ന പ്രതീക്ഷ അമ്മ പങ്കുവച്ചു. ജർമ്മനിയിൽ നിന്നും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേരാണ് അമ്മയെ കാണാൻ എത്തിയത്. ബ്രോബാക്ടാൽ മേയർ ആൻഡ്രിയോസ് കോച്ച്, ജർമ്മനിയിലെ ഇന്ത്യൻ അംബാസിഡർ അജിത് ഗുപ്തയും ഭാര്യയും, പ്രശസ്ത ജർമ്മൻ വ്യാവസായിക എഞ്ചിനീയറിംഗ് കമ്പനിയായ ടൈസൺ ഗ്രൂപ്പിന്റെ മുൻ CEO മാർട്ടീന മെഴ്സ് എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. അമ്മയുടെ മാനുഷികവും ആധ്യാത്മികവുമായ സ്വാധീനം ഇന്ത്യൻ യൂറോപ്യൻ സമൂഹങ്ങളിലുടനീളം വർദ്ധിച്ചു വരുന്നതായും അത് വലിയ ഊർജം പകരുന്നതായും ജർമ്മനിയിലെ ഇന്ത്യൻ സ്ഥാനപതി അജിത് ഗുപ്തെ പറഞ്ഞു. I would like to very deeply thank Amma and express our gratitude for her unwavering dedication and guidance, and all of you for your presence, your energy and your devotion. 3 ദിവസത്തെ പരിപാടികൾക്കായി ആയിരക്കണക്കിന് ആളുകളാണ് മാതാ അമൃതാനന്ദമയി സെന്ററിലെത്തിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അമ്മയെ അടുത്തുകണ്ട അവരോരോരുത്തരും അമ്മയുമായി സ്നേഹവും സന്തോഷവും ദുഃഖവുമെല്ലാം പങ്കുവച്ചു. അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് അമ്മയും മാതൃഭാവത്തിലലിഞ്ഞു. ലണ്ടനിലാണ് അമ്മയുടെ അടുത്ത സന്ദർശനം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഐതിഹ്യപ്പെരുമയിൽ ശബരിമലയിൽ പറകൊട്ടിപ്പാട്ട് അയ്യപ്പന്മാരുടെ സർവ്വദോഷവും അകറ്റാനാണ് പറകൊട്ടിപ്പാട്ട് വഴിപാടായി നടത്തുന്നത്. അവതാരമൂർത്തിയായി പന്തളത്ത് വളർന്ന അയ്യപ്പന്റെ ദോഷമകറ്റാൻ ഭഗവാൻ പരമശിവൻ വേലന്റെ വേഷത്തിൽ പന്തളത്തെത്തി പറകൊട്ടിപ്പാടി ദോഷമകറ്റിയെന്നാണ് വിശ്വാസം. പറകൊട്ടുന്നത് ഭഗവാൻ പരമശിവനും പറയ്ക്ക് മുന്നിലിരിക്കുന്നത് അയ്യപ്പനുമാണ്. ശബരിമല ക്ഷേത്രത്തിൽ കുടികൊണ്ടതിന് ശേഷം ഇവിടെ മരണം തീപിടുത്തതുള്ള അനിഷ്ട സംഭവം നടന്നപ്പോൾ അന്നത്തെ രാജാവ് ദേവപ്രശ്നം വെച്ചു പോലും. ആ ദേവപ്രശ്ന വിധി പ്രകാരം ഇവിടെ ഉണ്ടായിട്ടുള്ള
ദോഷങ്ങളുടെ പരിഹാരക്രിയയുടെ ഭാഗമായിട്ട് വേലന്മാരെ ക്ഷണിച്ചു വരുത്തി പറവൊട്ടി പാടിച്ച് ദോഷം തീർത്തതിന് ശേഷം മാത്രമേ 18-ാം പടി ചവിട്ടാൻ പാടുള്ളൂ എന്ന് രാജകൽപ്പന ഉണ്ടായി. ആ രാജകൽപ്പന പ്രകാരം 18-ാം പടിക്ക് താഴെയായിരുന്നു ഒരു 40-50 വർഷം മുൻപ് വരെ ഈ ചടങ്ങ് നടന്നു പോന്നിരുന്നത്. നോക്കുദോഷം, ശത്രുദോഷം തുടങ്ങി എല്ലാ ദോഷങ്ങളും പറകൊട്ടി മന്ത്രം ചൊല്ലുന്നതോടെ ഇല്ലാതാകും. 50 വർഷം മുമ്പ് വരെ 18-ാം പടിക്ക് താഴെ പറകൊട്ടി ദോഷമില്ലാതാക്കിയാണ് അയ്യപ്പ ഭക്തർ 18-ാം പടി ചവിട്ടി അയ്യനെ തൊഴുതിരുന്നത്. പിന്നീട് ഈ വഴിപാട് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തേക്ക് മാറ്റി. പറകൊട്ടിപ്പാട്ടിന്റെ പൊരുളറിയുന്നവർ ദർശനം നടത്തി ദോഷശാന്തി വരുത്തിയാണ് മലയിറങ്ങുന്നത്. അവിടമൊത്ത പല്ലിന്മേലും നാരായണനാവിന്മേലും സുന്ദര മാഞ്ചിരുവായേലും നാവിൻ ദോഷം നീഹ. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണി വിലയിരുത്തലുമായി ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഈ വാരാന്ത്യം എങ്ങനെയായിരുന്നു വിപണി? അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? കഴിഞ്ഞ ആഴ്ച നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റി 26,200 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം നടക്കുകയും ചെയ്തു. എന്നാൽ ആഴ്ചയിലെ അവസാന ദിവസം ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന ആ ഒരു നേട്ടമില്ലാതാക്കുകയും എങ്കിൽ കൂടി 26,100 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചത് വരും ദിവസങ്ങളിലും നിക്ഷേപ താൽപര്യം തുറന്നേക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും US, യൂറോപ്യൻ വിപണികളിലെല്ലാം ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം നമ്മുടെ വിപണിയുടെ മുന്നേറ്റത്തെ സ്വാധീനിച്ചു. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ചില ദിവസങ്ങളിലെങ്കിലും അറ്റ നിക്ഷേപത്തിലായിരുന്നതും ഈ ഒരു നിക്ഷേപ താല്പര്യം തുടരുന്നതിന് സഹായമാവുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ നേട്ടം തുറന്നേക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആ ഒരു നേട്ടം നിലനിൽക്കണമെങ്കിൽ ഇനി 26,100 എന്ന നിലവാരത്തിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ഏറ്റവും പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുക ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വരിക എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലൊരു സൂചന ലഭിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇന്ത്യക്ക് മേലുള്ള താരിഫുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതായിരിക്കും ഇനി വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ബാങ്കിങ് ഓഹരി സൂചികളിൽ ഉണ്ടായിട്ടുള്ള നല്ലൊരു നിക്ഷേപ താല്പര്യം ബാങ്കിങ് ഓഹരികളെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ സഹായമായി. ഒപ്പം തന്നെ IT മേഖലയിലും സമാനമായ രീതിയിലുള്ള ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. അടുത്ത ആഴ്ച അവധി വ്യാപാര കരാറുകൾ അവസാനിക്കുന്ന ആഴ്ചയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും ഏറ്റക്കുറച്ചിലും വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. എസ് ദിലീപാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തയിലേക്ക്, കല്യാൺ സിൽക്സിൻ്റെ ഓണക്കോടിക്കൊപ്പം 2 കോടിയും സമ്മാന പദ്ധതി വിജയികൾക്ക് കാറുകൾ സമ്മാനിച്ചു. തൃശ്ശൂരിലും എറണാകുളത്തുമായി നടന്ന ചടങ്ങിൽ 12 വിജയികൾക്കാണ് മാരുതി ബെലേനോ കാറുകൾ സമ്മാനിച്ചത്. കല്യാൺ സിൽക്സിൻ്റെ ഓണക്കാല ഓഫറായിരുന്നു ഓണക്കോടിക്കൊപ്പം 2 കോടി എന്നത്. സീസണിനു പിന്നാലെ വിജയികളെ തിരഞ്ഞെടുത്തു. തൃശൂർ പാലസ് റോഡ് കല്യാൺ സിൽക്സ് ഷോറൂമിൽ നടന്ന ആദ്യഘട്ട സമ്മാനദാന ചടങ്ങിൽ 6 പേർക്ക് കാറുകൾ നൽകി. കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ താക്കോൽ കൈമാറി. എറണാകുളത്തെ കല്യാൺ സിൽക്സ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ശേഷിക്കുന്ന 6 പേർക്കാണ് കാറുകൾ സമ്മാനിച്ചത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഡബിൾ ഡെക്കർ ബസ്സിൽ കൊച്ചിയുടെ നഗര കാഴ്ചകൾ ആസ്വദിച്ച് ഭിന്നശേഷി കുട്ടികൾ. റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സാന്താ റൺ കൊച്ചിയുടെ മുന്നോടിയായിട്ടാണ് ഓട്ടിസം ബാധിതരായ കുട്ടികൾക്കായി ഡബിൾ ഡെക്കർ ബസ് യാത്ര ഒരുക്കിയത്. ജൈനീസ് സെൻറ്റർ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻസിലെ 25 കുട്ടികളാണ് യാത്രയിൽ പങ്കെടുത്തത്. കൊച്ചിയുടെ സായാഹ്ന കാഴ്ചകൾ കണ്ട് ഒരു യാത്ര, അതും ഡബിൾ ഡെക്കർ ബസിൻ്റെ മുകൾ തട്ടിലിരുന്ന്. കൂട്ടിന് സാന്റയും. പാട്ട് കേട്ട് കൈയടിച്ച് സ്നാക്സും കഴിച്ച് ആഹ്ലാദപൂർണമായ യാത്ര. ജൈനി സെൻറ്റർ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻസിൽ നിന്നും 25 പേർ യാത്രയിൽ പങ്കെടുത്തു. പലർക്കും ഇത്തരമൊരു യാത്ര ആദ്യാനുഭവം തന്നെ. പക്ഷേ എല്ലാവരും ആഘോഷ മൂഡിലായിരുന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചി നൈറ്റ്സിൻ്റെ നേതൃത്വത്തിലാണ് ഓട്ടിസം ബാധിതരായ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഡബിൾ ഡെക്കർ ബസ് യാത്ര ഒരുക്കിയത്. 26 പേരാണ് സ്കൂളിലുള്ളത്. ഇന്ന് പക്ഷേ ഞങ്ങൾ 25 പേര് ബസ്സിൽ ആദ്യമായിട്ടാണ്. താഴെ ഇരിക്കാമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച യാത്ര ഹൈക്കോർട്ട് ജംഗ്ഷൻ വഴി 10 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി തിരികെ കലൂരിൽ സമാപിച്ചു.
ഓട്ടിസത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചി നൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 7 നടത്തുന്ന സാന്താ റൺ കൊച്ചി 6ാം പതിപ്പിന്റെ പ്രചരണാർത്ഥമാണ് യാത്ര ഒരുക്കിയത്. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യൂബിക്കോൺ സ്റ്റാഫ് ഒരുക്കിയ ഫ്ലാഷ് മൂവും ആകർഷകമായി. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് മുട്ടവില കുതിച്ചുയരുന്നു. മുട്ട ഒന്നിന് 7 രൂപയാണ് മൊത്ത കച്ചവടക്കാർ ഈടാക്കുന്നതെങ്കിലും ചെറുകിട കച്ചവടക്കാർ 7 രൂപ 50 പൈസയ്ക്കാണ് നൽകുന്നത്. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ സാധാരണ വില കുറയുകയാണ് പതിവെങ്കിലും ഇത്തവണ ദിവസവും മുട്ടയുടെ വില കൂടുന്ന അവസ്ഥയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന മുട്ടയുൽപാദന കേന്ദ്രമായ നാമക്കലിൽ കോഴിമുട്ടയുടെ മൊത്തവില ഒന്നിന് 6.05 രൂപയായിട്ടുണ്ട്. മുട്ടവില നിശ്ചയിക്കുന്ന നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. വില ഉയർന്നതോടെ അത് കേരളത്തിലെ വിപണിയിലും പ്രകടമായി. ഇപ്പോൾ 7 രൂപയാണ്. ഹോൾസെയിൽ കുറവുണ്ട്. 68 നടക്കാവിലൊക്കെ 5 രൂപയ്ക്ക് വെച്ച് വിറ്റിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ അവർ നിശ്ചയിക്കുന്ന റേറ്റാണ്. പിന്നെ ഈ കച്ചവടക്കാർക്കും എന്തെങ്കിലും കിട്ടണ്ടേ? കോർഡിനേഷൻ കമ്മിറ്റിയുടെ വില വിവര പട്ടിക പ്രകാരം നവംബർ 1 നാമക്കലിൽ മുട്ടയുടെ വില 5.40 രൂപയായിരുന്നു. തുടർന്ന് ഓരോ ദിവസവും വില കൂടുകയായിരുന്നു. 15-ന് 5.90 രൂപയായി. 17-ന് 6 രൂപയിലെത്തി. വ്യാഴാഴ്ച വീണ്ടും കൂടി 6.05 രൂപയായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ നാമക്കലിൽ മുട്ടയുടെ വില 5.70 രൂപയിൽ കൂടുന്നത് ഇത്തവണയാണ്. ആഭ്യന്തര വിപണി ശക്തമായതും ഉൽപാദനത്തിൽ ചെറിയ കുറവുണ്ടായതുമാണ് വില ഉയരാൻ കാരണമായതെന്ന് പറയുന്നു. മണ്ഡല സീസൺ കൂടെയാണ്. പൊതുവെ ശരിക്കും വില കുറയുക എന്നുള്ളതല്ല ആളുകൾ പ്രതീക്ഷിക്കുക. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല കുത്തനെയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ നിങ്ങളുടെ മൊത്ത വിപണക്കാരോട്? എക്സ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ എക്സ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വില നാമക്കലിലാണ്. ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ നാമക്കലിൽ നിന്ന് കൂടുതൽ മുട്ട വാങ്ങാൻ തുടങ്ങിയതാണ് വില ഉയരാനിടയാക്കിയത്. കേരളത്തിൽ മുട്ടയുടെ ചില്ലറ വിൽപ്പന 7.5 രൂപയായിട്ടുണ്ട്. ഡിസംബർ ആകുന്നതോടെ കേക്ക് നിർമ്മാണം കൂടെ സജീവമാകും. അപ്പോൾ മുട്ടവില ഇനിയും ഉയരും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം ടെസ്റ്റിന് ഇന്ന് തുടക്കം. നവംബർ 26 വരെ ഗുവാഹത്തിയിലെ ബിർസ്പാറ സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ സമനില പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പരിക്കേറ്റ ശുഭമാൻ ഗിൽ കളിക്കില്ല. ഗില്ലിന് പകരം വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താവും ഇന്ത്യയെ നയിക്കുന്നത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നടന്ന ആദ്യ മത്സരത്തിനിടയിലാണ് ഗില്ലിന് കഴുത്തിന് പരിക്കേറ്റത്. ആദ്യ ടെസ്റ്റിൽ 30 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റിരുന്നു. 2 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്.